മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ അന്വേഷണം പുരോഗമിക്കവേ ആക്രമണം അഴിച്ചുവിട്ട ഒരു വിഭാഗം ആളുകൾ നേരത്തെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം തകർത്തു. മാധ്യമപ്രവർത്തകരെയും തെരഞ്ഞുപിടിച്ചാക്രമിച്ചു. വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 2012 കൊല്ലപ്പെട്ട സൗജന്യയുടെ വീടിന് സമീപം നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത യൂട്യൂബറെ മർദ്ദിച്ചതോടെയാണ് സംഘർഷത്തിന്റെ തുടക്കം. ധർമ്മസ്ഥലയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും നിരവധി പേർ സംഘടിച്ചെത്തി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. ക്യാമറ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇവർ പരാതി നൽകാൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ ഈ സംഘം സ്റ്റേഷന് മുന്നിലെത്തി. 6 മാധ്യമപ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും അവിടേക്കെത്തി. പിന്നീട് ചേരിതിരിഞ്ഞ് പോർവിളി. ഇതിനിടെ കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുവിന്റെ വാഹനം ഒരു കൂട്ടർ അടിച്ചു തകർത്തു. പിന്നാലെ മംഗളൂരുവിൽ നിന്ന് വൻ പോലീസ് സംഘം ധർമ്മസ്ഥലയിലെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെസ്റ്റ് സോൺ IG-യും ദക്ഷിണ കന്നഡ SP-യും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പരിശോധനയും കനത്ത സുരക്ഷയിലാണ്. 24 ധർമ്മസ്ഥല.